Hi friends, Assalamu alaikum. Bismika Chalota, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ജ്യൂസിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ പച്ച കളർ മുന്തിരി ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു 1/4 കിലോളം വരുന്ന മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ അളവ് കൂടണ്ട കേട്ടോ. ചെറിയൊരു പീസ് ഞാൻ കാണിച്ച പോലെ ചെറിയൊരു പീസ് ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 പുതിനയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ച കളർ മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുന്തിരി അത്യാവശ്യം നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്തിരിയുടെ മധുരം മതിയെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഒരു ജഗ്ഗിലേക്ക് അരിച്ചൊഴിക്കാം. ഈ ഒരു ജഗ്ഗ് കണ്ടോ, ഇത് ഞാൻ ഇന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതും 2 ഗ്ലാസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് 300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനത്തെ ജഗ്ഗും ഗ്ലാസ്സും വാങ്ങാനായിട്ട്. അപ്പോൾ അതെന്തായാലും അൽഹംദുലില്ലാ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജഗ്ഗിലേക്ക് നമുക്കിതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. ഇപ്പോൾ ഈ പച്ചമുന്തിരി അത്യാവശ്യം നല്ല വില കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി റെഡിയാക്കി നോക്കുള്ളൂ. തീർച്ചയായിട്ടും ഇഷ്ടമാകും. നല്ല ചൂടത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി നമുക്ക് നോമ്പ് തുറക്കുമ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. ഇതിലേക്ക് തണുപ്പിന് ആവശ്യമായ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഓരോ ഗ്ലാസ്സിലേക്കും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലും മതിയാക്കും. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഈ വലിയ ഗ്ലാസ്സാണ് കേട്ടോ ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഗ്ലാസ്സിലേക്ക് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ മാറാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. ഇങ്ങനെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 6 കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 6 ഈത്തപ്പഴമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഈത്തപ്പഴം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഇതിലേക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ മധുരം മതിയാകും. പിന്നെ പഴത്തിൻ്റെ മധുരം ഉണ്ടല്ലോ, അത്രയും മതിയാകും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാകുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയതുമാണ്. ഇത് നല്ല വെയിലത്തു നിന്നൊക്കെ വരുന്നവർക്ക് ക്ഷീണവും ദാഹവും ഒക്കെ മാറാനും പറ്റിയ ജ്യൂസാണ്. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. പുറത്തുനിന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. 1 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 5 രൂപയുടെ ഒരു ഓർലിക്സിൻ്റെ പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാല്, ഒരു നേന്ത്രപ്പഴവും ഈ പറഞ്ഞ ചേരുവകളൊക്കെ എടുക്കുന്ന സമയത്ത് 5 രൂപയുടെ ഒരു ഓർലിക്സിൻ്റെ പാക്കറ്റ് കറക്റ്റ് പാകമാണ് കേട്ടോ. കൂടുതൽ അളവിലെടുക്കുമ്പോൾ എല്ലാതും കൂടുതൽ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഒരുപാട് കട്ടിയുള്ള ഒരു ജ്യൂസൊന്നുമല്ല, കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ജ്യൂസാണ്. ഇപ്പോൾ ഈ വേനലിൻ്റെ ചൂടിനും ഒക്കെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കട്ടിയായിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ അത്രയ്ക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ജ്യൂസ് കുടിക്കുമ്പോഴാണ് നമുക്ക് ആ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുക. അപ്പോൾ അതേ കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്തിട്ട് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലൂസിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 2-3 ടേബിൾ സ്പൂണൊക്കെ കസൂസ് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് നമ്മൾ കുതിർത്തെടുത്ത കസൂസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് തന്നെ ഒന്ന് ഒരു കയ്യിലുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഈ 2 ജ്യൂസും. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുതിയ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
142 രൂപ കേട്ടോ ഈ ഒരു ഗ്ലാസിന്റെ വില വരുന്നത്. കണ്ടോ 142. അപ്പോൾ ഞാനിത് ഒരുപാട് നാളായിട്ട് ഇതുപോലെ ഈ ഒരു ജഗ്ഗും ഗ്ലാസും വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അൽഹംദുലില്ലാ എന്തായാലും ഇത് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഗാർണിഷിങ്ങിനായിട്ട് നിങ്ങൾക്ക് കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്തയാണ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ 2 ജ്യൂസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.